തിയേറ്ററിന്റെ സംവിധായകൻ സജിൻ ബാബു നമ്മുടെ കൂടെയുണ്ട്. സജിൻ, വെൽക്കം. നമസ്കാരം. ഈ സിനിമ തിയേറ്റർ റിലീസ് പ്രീമിയർ ചെയ്തത് യാൽട്ട ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ്. കാനിലാണ് ഇതിന്റെ ട്രെയിലർ റിലീസ് ചെയ്തത്. തിയേറ്റർ റിലീസ് നാളെയാണ്. ഇൻ ബിറ്റ്വീൻ റഷ്യയിൽ പോയിരുന്നു വീക്ക് ബാക്ക്. സോ ഓവറോൾ ഫീഡ്ബാക്ക് റീസെന്റ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു പ്രിവ്യൂവിന്റെ കുറച്ച് ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഓൾ എവ്രി വൺ വാസ് ക്വൈറ്റ് സ്റ്റണ്ട് അബൌട്ട് ദ ഔട്ട്കം. പുറത്തുനിന്നുള്ള ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. പുറത്തും വളരെ പോസിറ്റീവ് ആയിരുന്നു. അവരും കാണാത്ത കുറച്ച് ഇമേജസും ഒക്കെ ആയിരുന്നല്ലോ. അപ്പം യാൾട്ടയിലും നല്ല നല്ല റെസ്പോൺസ് ആയിരുന്നു. കസാനില് ഞാൻ ഉണ്ടായിരുന്നു. കസാനിലും ഭയങ്കര നല്ല അഭിപ്രായമായിരുന്നു. അവിടുത്തെ കുറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും റഷ്യൻ സിനിമയുടെ അവിടുത്തെ OTT ഡീൽ ചെയ്യുന്ന ആളും ഇന്ത്യൻ സിനിമകളിൽ റഷ്യയിൽ മാർക്കറ്റ് ചെയ്യുന്നൊക്കെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഓടി വന്ന് എനിക്ക് കെട്ടിപ്പിടിക്കുകയും ഭയങ്കരമായിട്ട് ഇത് ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ ഒരുപാട് പേര് അവിടെ വന്നിരുന്ന നല്ല റെസ്പോൺസ് ആയിരുന്നു. സത്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചില്ല അത്രയും ഒരു റെസ്പോൺസ് കിട്ടുമെന്ന് സത്യത്തിൽ. അപ്പൊ അത് പുറത്തും നല്ലതായിരുന്നു. ട്രെയിലർ കാണിച്ചപ്പോഴും അവിടെ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എനിക്കൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള സിനിമ എന്നുള്ള നിലയിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അത്യാവശ്യം ഇവിടുത്തെ പ്രിവ്യൂ കഴിഞ്ഞപ്പോഴും എല്ലാവരുടെയും ഫീഡ്ബാക്ക്, എല്ലാവരും ഇപ്പം ബ്ലസ്സി സാർ ഉൾപ്പെടെ, ബ്രിട്ടൻ ഉൾപ്പെടെ, ബ്രിട്ടൻ മാഷ്, പിന്നെ അതുപോലെ നമ്മുടെ BKP എല്ലാവരും എന്നെ പിന്നെയും വിളിച്ചിരുന്നു. അവിടെ നിന്ന് കണ്ടിട്ട് വീണ്ടും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, അതും ഒരു ഇൻഡിപെൻഡന്റ് ഫിലിം മേക്കർ, പിന്നെ നമ്മൾ അങ്ങനെ വരുന്നൊരു സ്ഥലത്ത് ആരുടെയും അത്തരത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള റിമയുടെ ക്യാരക്ടറൈസേഷനും പെർഫോമൻസും. ഓഫ് കോഴ്സ് എവ്രി വൺ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ആൻസലമിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പൊ ഞാൻ പറയായിരുന്നു, ഒരാളെയും നമ്മൾ ആ ആക്ടറായിട്ട് കണ്ടിരുന്നില്ല. എല്ലാവരും ഇറ്റ്സ് ലൈക്ക് ദ പെർഫോമർ, ആ കഥാപാത്രമായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ കാസ്റ്റിംഗിന്റെ ഓഫ് കോഴ്സ് യു ഹാഡ് എ കാസ്റ്റിംഗ് ഡയറക്ടർ ദിസ് ടൈം. ആ ഒരു പ്രോസസ്സും ഇവര് വേണം, അല്ലെങ്കിൽ കാരണം ചെറിയ 2 സീനിൽ അഭിനയിച്ചിട്ടുള്ള മീനാക്ഷി പോലും the selection is quite apt എന്ന് എനിക്ക് തോന്നിയിരുന്നു. സോ could you talk about the casting part? സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത് പെർഫോമൻസ് ആണ്. നമ്മൾ സിനിമ കാണുന്നത് എവരിലൂടെയാണല്ലോ, ആക്ടേഴ്സിലൂടെയാണല്ലോ, ക്യാരക്ടേഴ്സിലൂടെയാണല്ലോ. നമുക്ക് അല്ലാതെ എന്ത് ടെക്നിക്കൽ ബ്രില്യൻസ് കാണിച്ചാലും പെർഫോമൻസ് പാളിപ്പോയി കഴിഞ്ഞാൽ സിനിമ സീറോ ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ സമയം നമുക്ക് വേണ്ടതും കാസ്റ്റിംഗ് ഇതിന് വേണ്ടിയിട്ടാണ്, പെർഫോമൻസിന് വേണ്ടിയിട്ടാണ്. കാസ്റ്റിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം മേജറൊക്കെ ഞാൻ തന്നെയാണ് ഇത് ചെയ്തത്. അതുപോലെ അരുൺസോളുമായിട്ട് ഞാൻ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ കുറെ പേരെ ഞങ്ങൾക്ക് പരസ്പരം അറിയുന്ന ആൾക്കാരും ഒക്കെ തന്നെയായിരുന്നു. പക്ഷെ പുള്ളി ഭയങ്കര രസമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ടല്ലോ. ഇപ്പം കാണുമ്പോൾ ചെറുതല്ല, 100-ൽ കൂടുതൽ ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ വന്ന് അത്യാവശ്യം നോട്ടീസ് ചെയ്യുന്ന തരത്തിലുള്ള. അപ്പൊ അതൊരു ടാസ്ക് ആയിരുന്നു. അത് പിന്നെ മെയിൻ ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലാം ഞാൻ തന്നെ, ഇപ്പം റിമ ആവട്ടെ, സരസ പല്ലുശ്ശേരി മാം ആവട്ടെ, അതുപോലെ ഡെയ്ൻ ആവട്ടെ, ആൻസലീം ആവട്ടെ, അങ്ങനെ എല്ലാ ആൾക്കാരെയും പ്രധാനമായിട്ട് അതൊക്കെ ഞാൻ ചെയ്തു. ബാക്കിയുള്ള ചെറിയ ചെറിയ എല്ലാ കഥാപാത്രങ്ങളും വന്നു പോകുന്നതൊക്കെ അരുൺ സോളിനോട് ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാസ്റ്റിംഗ്, പിന്നെ റിമയുടെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് ഇത് വേറെ ഓപ്ഷൻ ഇല്ല. സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. റിമയുടെ കാര്യത്തിലും അമ്മയുടെ കാര്യത്തിലും എനിക്ക് തോന്നുന്നു. അതുപോലെ പ്രമോദേട്ടന്റെ കാര്യത്തിലാണെങ്കിലും ഡെയിനിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് വേറെ ആളെ, ആൻസലീം ആവട്ടെ, ഇവരിന്ന് നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ തന്നെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ അത് കറക്റ്റായിട്ട് വന്ന് ഭവിച്ചും കൂടെ എന്നുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടായി എന്നുള്ളതാണ്. കറക്റ്റായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന, നല്ല സിനിമ മനസ്സിലാക്കിയിട്ട് അവരെല്ലാം അത്രയും സഹകരിക്കുകയും ചെയ്തു. ഷൂട്ട് സമയത്താണെങ്കിലും ഭയങ്കര സൗകര്യങ്ങളൊക്കെ കുറവായിട്ട് പോലും എല്ലാവരും അതിനോടൊപ്പം നിൽക്കുകയും ആ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി ആണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. അത്ര തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്. ഇപ്രാവശ്യം വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത്. വിഷ്വൽസും അതിന്റെ സൗണ്ടും മ്യൂസിക്കും എല്ലാം കാണുമ്പോൾ ഓവറോൾ ആ ഒരു എക്സ്പീരിയൻസ് തരാൻ പറ്റുന്നുണ്ട് ത്രൂ ഔട്ട്. അതിന്റെ ഇൻഡിവിജ്വൽ പെർഫോമൻസസ് ആണെങ്കിലും, അവിടെ സ്റ്റേജ് ചെയ്യുന്ന റിച്വൽസ് പോലെയുള്ള പരിപാടികളാണെങ്കിലും, ഇപ്പൊ ഹരികുമാർ സാറിനെ പോലെയുള്ള അങ്ങനെ ഒരുപാട് പേര്. സോ ഇഫ് യു കുഡ് ടോക്ക് അബൌട്ട് ദാറ്റ്. തീർച്ചയായിട്ടും അതിന്റെ ടെക്നിക്കൽ സൈഡ് ഈ പറഞ്ഞ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മറ്റത് ടെക്നിക്കൽ സൈഡ്. ഇപ്പൊ എന്റെ ആദ്യത്തെ സിനിമയില് വിഷ്വൽസും സൗണ്ടും വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തിരിക്കുന്നത്. ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പെരിമെന്റ് എന്നുള്ള നിലയിലാണ് അൻഡു ദ ഡസ്ക് ചെയ്തിരുന്നത്. അയാൾ ശശി വരുമ്പോൾ അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഒരു സിംഗിൾ ഷോട്ടിലെല്ലാം
ആ കൊറിയോഗ്രഫി ആ ഒരു തരത്തിലാണ്. ബിരിയാണിയിൽ വരുമ്പോൾ ബിരിയാണി റോ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ ആ സിനിമയ്ക്ക് അത് മതി. അതിന്റെ ക്യാമറാമാൻ എന്ന് പറഞ്ഞാൽ മാര പോലെയുള്ള സിനിമ ചെയ്ത എന്റെ അൻഡു തടസ്കി ചെയ്ത് കാർത്തിക് മുത്തുകുമാറാണ്. അവൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അല്ലാതെ മനഃപൂർവ്വം നമ്മൾ ആ സിനിമ ഒരു റോ ആയിട്ട് കൊണ്ടുവരിക, റോ ആയിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചിട്ടാണ് ആ പടം അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലാതെ അത് ഈ പടം നേരെ തിരിച്ചാണ്. ഇത് കുറച്ചുകൂടി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട്. അപ്പൊ ടെക്നിക്കലി മറ്റതും അങ്ങനെ ഒരു പടം ചെയ്യുമ്പോഴാണ് ഇതും പെർഫെക്ഷൻ ഇല്ലാത്ത തരത്തിൽ ബോധപൂർവം ചെയ്തുണ്ടാക്കുന്നതാണ് ഏറ്റവും പാട് ബിരിയാണിയിൽ. അത് പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് അത് അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് എന്നുള്ളതാണ്. ആ സിനിമയുടെ ട്രീറ്റ്മെന്റ് അതാണ്, ആ സിനിമയുടെ ലാംഗ്വേജ് അതാണ്, ആ സിനിമയുടെ വിഷ്വൽ ഇത് അത്തരത്തിൽ വേണം ആ സിനിമ കൺവേ ചെയ്യേണ്ടത്. ആ ഒരു റോനെസ് ഉണ്ടല്ലോ, ഒരു റിയൽ ലൈഫ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതിലോട്ട് വരുമ്പോ അങ്ങനെ അല്ല. അത് പർപ്പസ്ഫുള്ളി ചെയ്തിരിക്കുന്നതാണ്. പക്ഷെ പലരും അങ്ങനെ അല്ല എന്ന് പറയുമ്പോൾ അത് അത്രയും എനിക്ക് അതിന്റെ സന്തോഷമുണ്ട്. ഇപ്പം നിങ്ങൾ അങ്ങനെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഇല്ലാതെയാണല്ലോ ചെയ്തത്, ഇത് കുറച്ചുകൂടെ വന്നു എന്ന് പറയുമ്പോൾ മറ്റേതാണ് കുറെ കൂടെ ടെക്നിക്കൽ പെർഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് സത്യത്തിൽ. പക്ഷെ ഇതിലാണ് ഫീൽ ചെയ്യുന്നത്. മറ്റേത് അങ്ങനെ ഫീൽ ചെയ്യരുത് എന്നുണ്ടായിരുന്നു. ടെക്നിക്കൽ പെർഫെക്ഷൻ ഫീൽ ചെയ്യരുത്, റോ ആയിട്ട് തന്നെ നിൽക്കണം എന്നുള്ള ഇതുണ്ടല്ലോ. അപ്പൊ അത് ആ അർത്ഥത്തിൽ ഞാൻ രണ്ട് പടവും എനിക്ക് ഞാൻ പറഞ്ഞ എല്ലാ പടവും ഞാൻ ടെക്നിക്കലി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അയാൾ ശശി ആണെങ്കിലും സൗണ്ടിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട്. നിതിൻ ലൂക്കോസ് ഒക്കെയാണ് അത് ചെയ്തിരിക്കുന്നത്. സൗണ്ട് ഡിസൈൻ പ്രമോദ് ഏട്ടനാണ് മിക്സ് ചെയ്തത്. പ്രമോദ് തോമസ് അറിയാലോ. അപ്പോ ഫസ്റ്റ് പടത്തിലും കുറെ ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ട്. അത് കാണുമ്പോൾ അറിയാലോ. അതിൽ പക്ഷെ ക്വാളിറ്റി ഉണ്ടെന്ന് ചിലർ പറയാറുണ്ട്. വിഷ്വലി ആൻഡ് ഓഡിയോ ലെവലില് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. ഇത് വന്നപ്പോ ഈ തിയേറ്ററിലും പിന്നെ എല്ലാത്തിന്റെയും ലാംഗ്വേജ് വേറെ അല്ലേ. ഒരു പടം പോലെ അല്ലല്ലോ വേറൊരു പടം ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരേ പടത്തിന്റെ ഇതിപ്പോ ബിരിയാണി പോലൊരു പടം ഇനി എനിക്ക് ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ പറഞ്ഞ അയാൾ ശശി പോലൊരു പടം ഇനി ചെയ്യണ്ട, അസമയം വരെ ഒരു പടം ചെയ്യണ്ട. ഇപ്പൊ തിയേറ്ററാണ്. ഇനി അടുത്ത പടം കുറച്ചുകൂടെ ഒരു കൊമേഴ്ഷ്യൽ ഫോർമാറ്റിലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു അങ്ങനത്തെ ഒരു വേറൊരു രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഒക്കെ നടക്കില്ല എന്നൊന്നും അറിയില്ല. നമ്മള് ഇപ്പൊ ബിരിയാണി കഴിഞ്ഞിട്ട് തന്നെ ഞാനൊരു ത്രില്ലർ സിനിമയുടെ പറയില്ലായിരുന്നു. 2-3 കൊല്ലം അതിനു വേണ്ടി പോയി എല്ലാ ലൊക്കേഷനും ഒക്കെ കണ്ട് ഞങ്ങൾ എല്ലാ ഷൂട്ടും ഒക്കെ ഫിക്സ് ചെയ്ത് കുറെ അഡ്വാൻസ് ഒക്കെ എനിക്ക് കിട്ടിയതായിരുന്നു. പക്ഷെ അത് എന്തോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. സിനിമ അങ്ങനെയാണല്ലോ. അപ്പോ അടുത്തതും അതൊരു ത്രില്ലർ ആയിരുന്നു. ഒരുപാട് പേർക്ക് ഞാൻ റിമയോടും ഞാൻ ഈ സബ്ജക്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ സ്ക്രിപ്റ്റ് റിമയ്ക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടതായിരുന്നു. പിന്നെ അത് തമിഴിലോട്ട് പോയി. തമിഴിൽ ഒരു ആക്ടർ ഡേറ്റ് തന്നിരുന്നു. പക്ഷേ അത് വായിച്ച എല്ലാവരും എനിക്ക് ഭയങ്കര പോസിറ്റീവ്. പക്ഷെ ആ പടം നടന്നില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ. പിന്നീടാണ് പെട്ടെന്നായിരുന്നു തിയേറ്ററിലോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ ഇനി അടുത്തൊരു വേറിട്ടൊരു കുറച്ചുകൂടെ കമേഴ്ഷ്യൽ സിനിമകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു തുരുത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സാധാരണ ഒരു തോട്ട്ലെസ് രീതിയിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ടൈറ്റിലേക്ക് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇതിൽ ആ ടൈറ്റിൽ തന്നെ നല്ല ക്യാച്ചി ആണ്, മീനിങ് ഫുൾ ആണ്, പോയറ്റിക്കും ആണ്. തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പറയുമ്പോൾ അതിനൊരു വേറൊരു എലിവേറ്റഡ് സംഭവമുണ്ട്. സോ ആ ഒരു ടൈറ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഈ സബ്ജക്റ്റുമായിട്ട് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ തിയേറ്റർ എന്ന് പറയുന്ന ഇത് കണക്ട് ആവുന്ന ഈ പടത്തിനാണ്. കാര്യം നാടകമേ ഉലകം എന്നുള്ളൊരു ഇതുണ്ടല്ലോ ഈ പടത്തിന്റെ അത് സിനിമ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ അത് സിനിമ കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് തോന്നുന്നത് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾക്കറിയില്ലല്ലോ, നമ്മൾ ജീവിക്കുന്ന റിയാലിറ്റി എന്ന് പറയുന്നത്. നമുക്കിപ്പോ ഓരോ കാര്യം ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഋഷിരാജ് സിംഗിന്റെ ആ കഥ പോലും എത്ര വേർഷനാണ് വരുന്നത്, എത്ര പെർസ്പെക്റ്റീവാണ് വരുന്നത്. ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ ന്യൂസാണല്ലേ വരുന്നത്, ഓരോ ആംഗിളല്ലേ വരുന്നത്. അത് തന്നെയല്ലേ ഇപ്പം ലോകയുടെ കാര്യത്തിൽ റിമ പറഞ്ഞതും. അതുപോലെ പല കാര്യങ്ങളും, ചില കാര്യങ്ങൾ നമ്മൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാലോ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിന്നാലോ അതിന് ആൾക്കാർ അവരുടേതായിട്ടുള്ള രീതിയിൽ ന്യൂസും അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ റിയാലിറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ സിനിമയുടെ പേര് മിത്ത് ഓഫ് റിയാലിറ്റി എന്ന് പേരിട്ടത് പോലും. അപ്പോ അതാണ് നമ്മളിപ്പം ടോട്ടൽ സിനിമയുടെ ഒരു ഐഡിയ അങ്ങനെയാണല്ലോ. നമുക്കറിയില്ല സത്യം ഏതാണെന്ന്, യാഥാർത്ഥ്യം ഏതാണെന്ന്. ഒരു മീഡിയയിൽ ഒന്ന് വരുന്നു, പ്രിന്റ് മീഡിയയിൽ മറ്റൊന്ന് വരുന്നു, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് വേറൊരു സത്യം വരുന്നു. അത് സത്യമാണോ ഇല്ലെന്ന് വീണ്ടും കൺഫ്യൂഷൻ ആവുന്നു. കുറെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ക്യാഷ് കൊടുത്തുള്ള മാർക്കറ്റിംഗ് ആണ്, ചിലത് അങ്ങനെയാണ്, പുഷ് കിഷ് ആഡ് അത് ഇത് അങ്ങനത്തെ ഒരു റിയാലിറ്റിയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യമാണ് ശരിക്കും ദ തിയേറ്റർ ദ മിത്ത് ഓഫ് റിയാലിറ്റി. അത് ഇന്നത്തെ അത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു, ഈസിലി കണക്ട് ചെയ്യാം. അതൊരു ലെയർ ആണ് ആ സിനിമയുടെ. കുറച്ച് സമാനതകള് വിഷ്വലിലും ചില കാര്യങ്ങളിലും ബിരിയാണി ആയിട്ടുമുണ്ട്. ഒരു മോട്ടീഫ് പോലെ ഉള്ളത് ജലം എന്നുള്ള ഒരു സംഭവമുണ്ട്, ഒരു വാട്ടർ ഫ്ലേസ് അങ്ങനത്തെ സംഭവമുണ്ട്. ഇതൊരു തോട്ട്ഫുൾ ഡിസിഷൻ ആയിരുന്നു അങ്ങനെ ഒരു
യൂസേജ്? ഇല്ല, എന്റെ എല്ലാ സിനിമകളിലും എനിക്ക് തോന്നുന്നു ഒരു നേച്ചർ ഒരു പ്രധാന ഒരു ഞാൻ അറിയാതെ തന്നെ ഒരു പ്രകൃതി എന്നുള്ള ഒരു സാധനം ഞാൻ വിശ്വസിക്കുന്നതും ചിലപ്പോൾ അതിലായിരിക്കും. അപ്പൊ അസ്തമയം വരയിലാണെങ്കിലും സിനിമയുടെ പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ കാട്ടിലാണല്ലോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതും ആരും പോയി ഷൂട്ട് ചെയ്യാത്ത സ്ഥലങ്ങളിലാണ്. അയാൾ ശശിയിലാണെങ്കിലും അങ്ങനത്തെ ഒരു ഇതുണ്ട്. ബിരിയാണിയിലാണെങ്കിലും ഈ പ്രകൃതിയുടെ ഒരു സാധനം ഉറപ്പായിട്ടുണ്ട്. അത് ഈ പടത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. മറ്റത് അത് എന്റെ ഉള്ളിലുള്ള ചിലപ്പോ ഞാൻ തന്നെ അറിയാതെ വരുന്ന, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പർപ്പസ്ഫുള്ളി ഒന്നും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എഴുതുമ്പോൾ അതൊക്കെ അങ്ങ് വന്നു പോകുന്നതാണ്. അത് ചിലപ്പം ബേസിക്കലി എന്റെ ഉള്ളിൽ അതൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. അല്ലാതെ എന്താ പറയാ, പിന്നെ നേച്ചർ, പ്രകൃതി ഭയങ്കര ഇമ്പോർട്ടന്റ്. ഈ സിനിമയുടെയും മറ്റൊരു പ്രധാന ലെയർ അതാണല്ലോ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെയും ഒക്കെ ആൾക്കാരുണ്ട് ഇവിടെയും. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ യുഗത്തിലാണ് എല്ലാവരും ജീവിക്കുന്നെങ്കിലും ഇതൊന്നും അല്ലാതെയും ജീവിക്കുന്ന സ്ത്രീകളും ആൾക്കാരും നമ്മുടെ ഇടയിൽ ഉണ്ടെന്നും അവരുടെ വിശ്വാസങ്ങളും അവരുടെ ഇടയിലോട്ട് ഈ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇടപെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നതെന്നോ അല്ലെ അവർക്ക് എങ്ങനെയാണ് അത് അഫക്ട് ചെയ്യുന്നതെന്നും ഒക്കെ ഉള്ളൊരു സാധനം ആണ് അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് സത്യത്തില്. അപ്പം അത്തരം കഥകളും അത്തരം കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പം ബിരിയാണിയിൽ അങ്ങനെ ഒരു അമ്മയും മകളും ഞാൻ ആ മറ്റേ വർഷം കാണിച്ചിട്ടേ ഇല്ലല്ലോ. എവിടെയാണ് ഐസിസിൽ പോയി എന്ന് മാത്രമല്ല, അത് നമുക്ക് അറിയാന്നുള്ള കാര്യമാണല്ലോ. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടല്ലോ അവിടെ എന്താണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് ആ വർഷം നമ്മൾ കാണിക്കാത്തത്. അത് നമുക്കറിയില്ല. നമ്മൾ പത്രത്തിലും ചാനലിലും ഒക്കെ വരുന്ന വാർത്തകളെ നമുക്കറിയാവൂ. പക്ഷെ അങ്ങനെ ഒരു വാർത്ത വരികയോ അതിന്റെ യാഥാർത്ഥ്യം എന്തോ ആവട്ടെ, പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അനുഭവിക്കുന്ന ഒരു അമ്മയും മകളുമാണ് അത് നാട്ടില്. അത് നമുക്കറിയാം, അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് ആ സിനിമയിൽ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കാര്യം തന്നെയാണ് ഈ പടത്തിലും പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആയി പോകുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ലേയേഴ്സ് ഉണ്ട്. പിന്നെ ലൈഫ് എന്ന് പറഞ്ഞാൽ അൺപ്രഡിക്റ്റബിൾ അല്ലേ. ഇപ്പൊ പല കാര്യങ്ങളും എന്റെ ജീവിതത്തിൽ നമ്മള് നല്ലതെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല സാധനങ്ങളും വന്നു വീഴുന്നത്. നമ്മളെല്ലാം പോയി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും ഇത് വന്നു വീഴുന്നത്. ചിലപ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നത്. അത് ലൈഫ് എല്ലാ അർത്ഥത്തിലും. അപ്പൊ ലൈഫിന്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അതും ഈ സിനിമയിൽ കൊണ്ടുവരാൻ, അത് ട്രീറ്റ്മെന്റിൽ ഞാൻ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. അതൊരു അല്ലാതെ സിനിമാറ്റിക് ആക്കാനോ അല്ലെ വേറെ പർപ്പസ്ഫുള്ളി കൊണ്ടുവന്നതാണ്. അങ്ങനെ അത് എന്താണോ കഥ പറഞ്ഞു പോകുന്നത് അത് സിനിമ അത് ഇതിലും വരണം എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ. വിഷ്വലിലും സിനിമയിലും വരണമെന്നുള്ള കാര്യമുണ്ടല്ലോ. ആ ട്രീറ്റ്മെന്റിലും വരണമെന്നുണ്ടല്ലോ. എപ്പോഴാണല്ലോ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുണ്ട് തോന്നുന്നു. കാരണം ഇപ്പൊ ജികേപി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഒരു അൺപ്രഡിക്റ്റബിലിറ്റി പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് വർക്കായി എന്നുള്ള രീതിയിൽ. സോ എനിക്ക് തോന്നുന്നു ആ കാഴ്ച കിട്ടുന്നുണ്ട് ആളുകൾക്ക് തീർച്ചയായിട്ടും. ഇതിന്റെ ക്യൂരിയോസിറ്റി ലെവല്, പിന്നെ അൺപ്രഡിക്റ്റബിലിറ്റി, പിന്നെ റിച്വൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫിലിം. അതിലെന്തായാലും സന്തോഷമുണ്ട്. എന്തായാലും റിവ്യൂ കഴിഞ്ഞപ്പോൾ നല്ല പോസിറ്റീവ്, എനിക്ക് കുറച്ച് എനർജി വന്നത്. എല്ലാ തരത്തിലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാം നല്ലതെന്ന് പറയണമെന്നില്ല, എല്ലാം മോശമെന്ന് പറയണമെന്നില്ല. എല്ലാ തരത്തിലും എല്ലാവർക്കും എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഈ സിനിമയിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നത് പോലെ തന്നെ ഇത് കൊള്ളില്ല എന്ന് ഒരാൾക്ക് കണ്ടിട്ട് ഇത് കൊള്ളില്ല എന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട്. അയാൾ 100 രൂപ കൊടുത്തിട്ടാണ് പടം കാണുന്നത്, അല്ലെങ്കിൽ 150 രൂപ കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ പുള്ളിയുടെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ആ പടത്തിന് വന്ന് കാണുന്നത്. അപ്പം കൊള്ളാമെന്ന് പറയാനുള്ളത് പോലെ തന്നെ കൊള്ളില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു വിഷനും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും പറഞ്ഞു ഒരു ഡിറ്റർമിനേഷൻ ഉണ്ട്. സജിനൊരു വിഷൻ ഉണ്ട് സിനിമയ്ക്ക്. അതായത് ഇപ്പോ ഓഡിയൻസിനെ കണ്ടുകൊണ്ടല്ല, സജിനൊരു കാര്യം പറയാനുണ്ട്. അവിടെ റിസ്ക് എടുത്തിട്ടും ആ കാര്യം ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഐ മീൻ ബിരിയാണിയിലാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട് അതിനുവേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടും അതിന് റിസ്ക് എടുത്തതും അവിടുന്ന് ഓടേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഈ കാര്യം ആ ഒരു ഡിറ്റർമിനേഷനും ആ ഒരു വിഷനും ഉള്ളത് കൊണ്ടാണ് ഓഡിയൻസിനെ ആ ഒരു സത്യസന്ധത ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ സിനിമ ചെയ്യുമ്പോഴും അതുണ്ട്. ഈ സർട്ടൻ വിഷ്വൽസ് ചില അപ്രിയ സത്യങ്ങളായിരിക്കാം. ആ സാധനങ്ങൾ കാണിക്കണം. ഇത് ഓഡിയൻസിന് വളരെ രസകരമായി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇറ്റ്സ് എ ട്രൂത്ത്, ഇറ്റ്സ് എ ഫാക്ട്. അത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുമ്പോൾ സജിന്റെ ഡിറ്റർമിനേഷനെ ചലിപ്പിക്കുന്ന സംഭവം എന്താണ്? അങ്ങനെ ഒരു ഐഡിയ വരുമ്പോൾ തന്നെ സത്യത്തില് അത് നമുക്കത് വേണം. അത് ഈ സ്ക്രിപ്റ്റിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതായോണ്ടാണല്ലോ അത് സീൻ എഴുതി വെക്കുന്നത്. അപ്പം പിന്നെ എന്ത് വില കൊടുത്ത് നമ്മളത് കിട്ടുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് എന്റെ ആദ്യത്തെ പടവും ബിരിയാണിയും ഒക്കെ ഷൂട്ട് ചെയ്തത് DOP കാർത്തിക് മുത്തുകുമാറാണ്. അവൻ എന്നെ വട്ടനെന്നാ പറയുന്നത് ചില സമയത്തൊക്കെ ഷൂട്ട് ചെയ്യുമ്പോ, അല്ലാത്ത സമയത്തല്ല. അവനൊക്കെ എത്ര കിടന്നാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും
1 മണിക്കൂറും 2 മണിക്കൂറൊക്കെ എനിക്ക് ഉറക്കമുള്ളൂ. പക്ഷെ ഞാൻ എഴുന്നേറ്റ് വരും. എന്നിട്ട് വലിച്ചിപ്പോ എഴുന്നേറ്റ് വെള്ളമൊക്കെ കൊണ്ട് മുഖത്തൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് കൊണ്ടുപോയിട്ട് അങ്ങനെയൊക്കെ അങ്ങനെ ഒരു സിങ്കും ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പൊ പുള്ളി എന്റെ കൂടെ നിൽക്കും. അപ്പൊ അപ്പൊ ഏതൊക്കെ ഇന്റർവ്യൂസിലൊക്കെ അവൻ അങ്ങനെ എന്നെ കുറിച്ച് പറയുന്നത്. അപ്പോ അതെന്റെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതായിട്ട് ഭയങ്കരമായിട്ട് പറയുന്നല്ല, ചിലപ്പം ടോർച്ചറുമാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുപോലെ അറിയാം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും അറിയാം. പക്ഷെ നമ്മുടെ ബജറ്റും നമ്മുടെ ഇൻഡിപെൻഡന്റ് സിനിമയും പിന്നെ ഇത് പൈസ ഉണ്ടായാലും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതല്ല, അത് ഹ്യൂമാനിറ്റി ഇത് ചെയ്യുന്നതാണ്. പക്ഷെ അത് അത്രയും ബന്ധമുള്ളതുകൊണ്ടും സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടും അത്രയും സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നതുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുള്ളതുകൊണ്ടും മാത്രമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ അത് ഈ പടത്തിലാണെങ്കിലും ശ്യാമും അങ്ങനെ തന്നെയായിരുന്നു. എന്റെ DOP ശ്യാമാണെങ്കിലും ഞങ്ങളെല്ലാം, ഞാൻ പൊതുവെ എല്ലാവരും ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാനും കാർത്തി ആണെങ്കിലും ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്ന ഷൂട്ട് സമയത്ത്. എല്ലാ പടത്തിലും അങ്ങനെയാണ്. എനിക്ക് അയാൾ ശശിയിൽ മാത്രമാണ് പപ്പുച്ചേട്ടൻ സെപ്പറേറ്റ് ഓരോ റൂമുകൾ നമ്മൾ ഇത് ചെയ്തത്. അതേസമയം ഇതിലാണെങ്കിലും ബിരിയാണി ആവട്ടെ, ഇപ്പൊ ഈ പടത്തിലാണെങ്കിൽ ഞാനും ശ്യാമും ഒരു റൂമിലാണ്, മറ്റേ ഞാനും ക്യാമറാമാൻ കാർത്തിക് മുത്തുമാർ ഒരു റൂമിലാണ്. ഇത് ശ്യാമാണല്ലോ ഷൂട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള ഇന്ററാക്ഷൻസും പിന്നെ അറിയാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഒരു സിനിമയ്ക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. ഒന്ന് ഇപ്പൊ ബിരിയാണി ആ നിലയ്ക്ക് വേറൊരു നിലയ്ക്ക് അതിന് ചർച്ചാ വിഷയമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി നമ്മള് ബാംഗ്ലൂർ ഫിലിം ഫെസ്റ്റിവലിൽ കാണുന്ന സമയത്ത് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫിലിം. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടാണ് ഫിലിം റിലീസ് ചെയ്തത്. അപ്പൊ അതില് കുറെ കാര്യങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതില് പ്രത്യേകിച്ച് തിയേറ്ററിൽ ദ റൈറ്റ് യൂസ് ഓഫ് എല്ലാവരും ഫീമെയിൽ സെൻട്രിക് ഫിലിം എന്നൊക്കെ പറയുമ്പോൾ ഫീമെയിൽ ബോഡി അത്രയും റെസ്പെക്റ്റോടുകൂടി അതിന് വേണ്ട രീതിയിൽ അതിനെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐ മീൻ ദ വേ ഡെപിക്റ്റിംഗ് ദ ഫീമെയിൽ ബോഡി അതിനൊരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ക്രാഫ്റ്റിംഗ് എങ്ങനെയാണ്? കാരണം നമ്മളത് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ലിപ്പേജ് ഉണ്ടെങ്കിൽ അതിനൊരു വൾഗാരിറ്റിയിലേക്ക് കാണാനുള്ള സാധ്യത ഉണ്ടല്ലോ. അല്ല, അത് തിരിച്ച് അത് ബിരിയാണി ചെയ്ത സമയത്ത് ഞങ്ങൾ വളരെ സൂക്ഷിച്ചാണ് അത് ചെയ്തത്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്, ഞാൻ കനിയും മുത്തുമാറും എല്ലാരും കൂടെ. പക്ഷെ അത് എന്നിട്ട് പിന്നീട് അത് ഇങ്ങനെ വേറെ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിന്റെ അത് മനസ്സിലായത്. അതുപോലും ആൾക്കാർ അങ്ങനെ, പക്ഷെ അത് ഇതിൽ വരരുത് എന്നുള്ളൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കറക്റ്റായിട്ട് കിട്ടുകയും വേണം, അത് സിനിമ കാണുമ്പോൾ അത് ഫീൽ ചെയ്യുകയും വേണം. അതേസമയം അതൊരു വേറൊരു തരത്തിലോട്ട് പോകാനും പാടില്ല എന്ന് അത് ആദ്യമേ തന്നെ ഞാൻ ചിന്തിച്ചിരുന്നു. ഇപ്പം ഫാമിലി ആയിട്ട് തന്നെ എല്ലാവർക്കും പോയിരുന്ന് കാണാൻ പറ്റുക, ചിലത് നമ്മുടെ ഇപ്പോഴും സദാചാര ബോധം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞ എല്ലാം ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അത് 18 വയസ്സിന് മുകളിലുള്ള പടമായിരുന്നു. ഇത് UA ആണ് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന പടം തന്നെയാണ്. അപ്പം പിന്നെ ഇതിന്റെ ഒരു പൊളിറ്റിക്സ് ആണെങ്കിലും ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഒരു വശത്ത് നിൽക്കരുത് എന്നുള്ളത്. ഇപ്പൊ ഇനി എന്റെ കയ്യിലല്ല ഇത്, ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആസ് എ ഫിലിം മേക്കർ, ആസ് എ റൈറ്റർ, അത് ഞാൻ ആ ഒരു ബാലൻസിങ് വരുത്താനും കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെ പറയാനും ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അറിയില്ല അതിന്. പക്ഷെ ഇത് ആർക്കും പിന്നെ കുറച്ചുകൂടെ ഒരു സാധാരണ ഓഡിയൻസിനും കൂടെ കണക്ട് ചെയ്യുന്ന തരത്തിൽ കുറച്ചുകൂടെ ഒരു കൊമേഴ്ഷ്യൽ എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ എന്നുള്ള നിലയിൽ തന്നെയാണ് ഇത് നേരത്തെ തന്നെ ഡിസൈൻ ചെയ്തത്. അപ്പൊ ഇത് പിന്നെ ഇതൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും കൂടെ ആണ് ഈ സിനിമ. അപ്പൊ എല്ലാവരും പറയുന്നത് ഇപ്പൊ ബ്രഹ്മാണ്ഡ പടങ്ങൾ കാണുമ്പോഴാണ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടുന്നത്. കാന്താരയും KGF-ഉം ബാഹുബലിയും RRR പോലുള്ള പടങ്ങൾക്ക് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടൂ, ഇതിനൊന്നും കിട്ടില്ല എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. ഇതൊക്കെ OTT-യിൽ കാണാം. പക്ഷെ ഞാൻ പറയുന്നത് OTT-യിലല്ലേ, ഇത് തിയേറ്ററിൽ തന്നെയാണ് കാണേണ്ടത്. അപ്പൊ അതിന്റെ സൗണ്ടും വിഷ്വൽസും ആ ട്രീറ്റ്മെന്റും, അത് ഇങ്ങനത്തെ പടത്തിനും ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് ഞാൻ ശരിക്കും ഫോക്കസ് ചെയ്തത്. അതുപോലെ സിനിമ എന്ന് പറയുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ ചില ആൾക്കാരുടെ. ഇപ്പൊ കമേഴ്ഷ്യലും ആണ്, അതുമല്ല അതിനെയും ബ്രേക്ക് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ടല്ലോ. ഇത് ആർക്കും പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാനും പറ്റണം. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ പൊളിറ്റിക്സും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനും പറ്റണം. അതേസമയം അത് കൂടുതൽ ആൾക്കാർക്ക് കണക്ട് ചെയ്യാനും പറ്റണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലാണ് ഈ പടം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലിപ്പോ സ്വാമി എസ് എൻ സ്വാമി പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ഫിലിം എങ്ങനെയാണ് പ്രൊഡ്യൂസേഴ്സിനെ പറഞ്ഞ് കാരണം ഇത് വിഷ്വലി തന്നെ അല്ലെങ്കിൽ ആ ഒരു തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഫിലിമാണ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നേരത്തെ ഇപ്പൊ സജി നിർത്തിയെടുത്ത് പറയാൻ ഉദ്ദേശിച്ചത് 4.5 സംഘം കഴിഞ്ഞപ്പോൾ നമ്മുടെ കൃഷ്ണന്റെ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞൊരു തിയേറ്ററിൽ കാണുകയാണെങ്കിൽ വണ്ടർഫുൾ ആയിരിക്കും. കാരണം അതിന്റെ അങ്ങേയറ്റത്തുള്ള മല പോലും ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടി ചെറിയ ചെറിയ സംഭവങ്ങൾ പോലും ആ ഒരു
എന്താ ഫീല് തരുന്ന സംഭവങ്ങളാണ്. അതേപോലെ തന്നെയാണ് എനിക്കിപ്പോ ഇതിലും ചെയ്യുന്ന ഇപ്പൊ റിച്വൽസ് ആണെങ്കിലും അതിലെ കുറെ ആ ഒരു ഫീൽ കിട്ടുന്ന കുറെ ഫാസ്റ്റ് ആയിട്ടുള്ള കുറെ ഷോട്ട്സ് ഉണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ തിയേറ്ററിൽ തന്നെയാണ് അതിന്റെ ഒരു സംഭവം ഉള്ളത്. അത് പറയുമ്പോൾ ഞാൻ ശ്രീ എസ് എൻ സ്വാമി പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. അതായത് ഇത് പറയുമ്പോ ഒരു പക്ഷേ ഒരു ലൈനിൽ പറയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് കൺവിൻസിംഗ്ലി പറയാന്നുള്ളത് ഏറെ ബുദ്ധിമുട്ടുള്ള. കാരണം വെച്ചാൽ ഇത് വിഷ്വലി ആണ് ഈ സിനിമയുടെ എക്സ്പീരിയൻസ്. കാരണം ഇപ്പൊ വി ടി സാർ പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിലിറ്റി ഉണ്ട്, ടോട്ടലി പറയുന്ന ഒരു ക്യാവസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പൊളിറ്റിക്കൽ ആസ്പെക്ട്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതെങ്ങനെയായിരുന്നു പ്രൊഡ്യൂസറിന്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിച്ചത്? അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്, സിനിമ പോലെ തന്നെ കോംപ്ലിക്കേഷൻ ആണ്. പക്ഷെ എനിക്ക് കിട്ടിയത് വളരെ മനോഹരമായിട്ടുള്ള പ്രൊഡ്യൂസേഴ്സിനെയാണ്. എന്തായാലും ഇപ്പൊ അഞ്ജന ഫിലിപ്പ് ആവട്ടെ, ഫിലിപ്പ് സക്കറി ആവട്ടെ, അവര് കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണ്. അവർ കൂടെ നിന്നിട്ട് നമ്മളോടൊപ്പം നിൽക്കുകയും, പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ, ഇപ്പൊ ബിരിയാണി ആവട്ടെ എന്റെ ഫ്രണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഇതാവട്ടെ ഇവരാരും സെറ്റിൽ പോലും വന്നിട്ടില്ല സത്യം പറഞ്ഞ. ഇപ്പൊ ഈ പടത്തിന്റെ ആണെങ്കിൽ ഇവരാരും സെറ്റിൽ ആയ ഒരു പ്രാവശ്യം എന്താ വന്നിട്ടുള്ളത്. ഇവരൊരു പകുതി നിന്നാണ് ശരിക്കും ഒരു സിനിമയൊക്കെ ഷൂട്ട് തുടങ്ങിയതിന് ശേഷമാണ് അവർ കൂടുതൽ ജോയിൻ ചെയ്തത്. അതിന് മുന്നേ 1-2 വേറെ ടീംസ് ഉണ്ടായിരുന്നു, അവരൊക്കെ പിന്നീട് അതിൽ നിന്ന് മാറുകയൊക്കെ ചെയ്തു. അപ്പൊ അതും ചെറിയൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. പക്ഷെ അത് ഇവര് വന്നതിന് ശേഷം ഭയങ്കര സ്മൂത്ത് ആയിട്ടാണ്, അതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും തിയേറ്റർ റിലീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നതും പബ്ലിസിറ്റി ചെയ്യാൻ പറ്റുന്നതും. അത്യാവശ്യം അത് എത്തിക്കാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ട്. പിന്നെ അവരും ഈ പറഞ്ഞ പോലെ ഈ പടം ഒരു പൈസയ്ക്ക് വേണ്ടി അല്ല അങ്ങനെ വേറൊരു തരത്തില് അങ്ങനെ ചെയ്തതുമല്ല. അപ്പൊ അതെനിക്കൊരു വലിയ സപ്പോർട്ടാണ്. പക്ഷെ അത് ഈ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നമ്മളോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ അത് മാത്രമേ ഉള്ളൂ. അതെല്ലാ സിനിമയും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇപ്പം സ്ക്രിപ്റ്റില് കഥ പറഞ്ഞ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് അവസാനം പല സിനിമകളും വർക്കാവാതെയും പോകുമല്ലോ. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ആണ്. ഒരു സംവിധായകനോടോ ഒരു ഫിലിം മേക്കറോടോ ഒക്കെ ഉള്ള ഒരു വിശ്വാസമാണ് ഒരു പ്രൊഡ്യൂസറുടെ. അതാണ് വേണ്ടത്. ആ വിശ്വാസത്തിന്റെ ഒരു റിസൾട്ട് കൂടെയാണ്. അവരും ഹാപ്പിയാണ്. എനിക്ക് അതും ഭയങ്കര റിവ്യൂ കണ്ടതിന് ശേഷം അവരും പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം കാണുന്നത്, അവരും ഹാപ്പിയാണ് അതിപ്പം. അപ്പൊ അതൊരു പ്രോസസ്സാണ്. അത് എന്താ പറയാ, അതുകൊണ്ടാണല്ലോ നമ്മൾ ഇച്ചിരി ലേറ്റ് ആവുന്നത് പല പടങ്ങളും ചെയ്തെടുക്കാനായിട്ട്. ചെയ്ത് കാണിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ്. അപ്പൊ എസ് എൻ സ്വാമി സാറിനെ പോലെ ഒരാൾ അത് പറയുമ്പോ, ഞാനും എത്രയോ സിനിമയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, എത്രയോ വർഷമായിട്ട് സിനിമയിൽ നിൽക്കുന്ന എല്ലാത്തരം ഇതും കണ്ടിട്ടുള്ള ഒരാളാണല്ലോ. അദ്ദേഹത്തിന് എങ്ങനെ ഫീൽ ചെയ്തു, ബ്ലസി സാറിന് ഫീൽ ചെയ്തു, VKPക്ക് ഫീൽ ചെയ്തു, എബ്രിഡ് ഷൈൻ പോലുള്ള ഡയറക്ടറിന് ഫീൽ ചെയ്തു, നഹാസ് ഹിദായത്ത് പറഞ്ഞു. അതുപോലെ ഒരുപാട് നമ്മുടെ ജയസൂര്യ, മറ്റേ സൽപുരം ജയൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് ഫിലിം മേക്കേഴ്സ്, അതുപോലെ പ്രദീപ് നായർ, ഇങ്ങനെ ഒരുപാട് പേര് എന്നെ വിളിക്കുകയും സംസാരിക്കുകയും നല്ല രീതിയിൽ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സും ഒക്കെ കിട്ടുന്നതിലുള്ള സിബി സാറ് ഒക്കെ വരികയും, അവരൊക്കെ എന്തായാലും അതിന്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ഇത്തരം ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ വന്നിട്ട് ഈ പടത്തിനെ കുറിച്ച് സംസാരിക്കുക, കാണുക. എന്താ പറയാ, കൂടുതലൊന്നും പറയാനില്ല ഇതില്. അല്ല, അതിൽ പറയുമ്പോ ഇപ്പൊ ഓഫ്കോഴ്സ് പഴയ കാലത്തെ അവരൊരു വളരെ ബ്ലെൻഡ് ചെയ്തിട്ട് സ്റ്റുഡിയോസും പ്രൊഡ്യൂസേഴ്സും ആ രീതിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലേറ്റ്ലി ഈ പുതിയ സിനിമകളെ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഫെസ്റ്റിവൽസിന് ഇപ്പൊ ന്യൂട്ടൺ സിനിമ പോലെ ഞങ്ങൾക്ക് ഫെസ്റ്റിവൽസിന് കൊണ്ടുപോകണം, തിയേറ്ററിലും കൊണ്ടുപോകണം എന്നുള്ള ഡിറ്റർമിനേഷൻ ഉള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ അജിത് ജോയ ആണെങ്കിൽ ഇപ്പൊ ഇവരുടെ അഞ്ജന സക്രിയ, അഞ്ജന ഫിലിപ്പ്, അപ്പൊ അവരുടെയൊക്കെ ആ ഒരു ഇറ്റ്സ് എന്താ പറയാ, ഒരു നല്ലൊരു മൂവ് ആണ് തോന്നുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു അല്ല, ഇപ്പൊ ഫെസ്റ്റിവൽസിന്റെ കാര്യത്തിൽ ഇപ്പൊ ഇന്നലെ കൽക്കട്ട ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടി. ഇന്ത്യൻ കോമ്പറ്റീഷനിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, നാളെ റിലീസാണ്, അവിടെ ഇന്ത്യൻ പ്രീമിയർ വേണം. അതുപോലെ മോസ്കോയിൽ കിട്ടിയതാണ്. അതുപോലെ വേറെ 1-2 വലിയ ഫെസ്റ്റിവൽസിനൊക്കെ കിട്ടിയതാണ്. എന്നൊക്കെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിക്കൽ റിലീസ് എന്നുള്ള ഇതായതുകൊണ്ട് നമുക്ക് പല ഫെസ്റ്റിവൽസിലും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം മറ്റൊരു സ്ഥലത്തുണ്ട് എനിക്ക്. അപ്പോ പലയിടത്തും പ്രീമിയർ, പിന്നെ അതുകൊണ്ടാണ് ഇപ്പൊ ആൾട്ടയിൽ വേൾഡ് പ്രീമിയർ കഴിഞ്ഞപ്പോ ഇന്ത്യൻ പ്രീമിയർ കൽക്കട്ടയിലായിരുന്നു വരേണ്ടിയിരുന്നത്. പക്ഷെ അത് കിട്ടിയതുമാണ്. ഫെസ്റ്റിവൽസിന്റെ കാര്യം പറയുമ്പോൾ സജിൻ ഒരുപാട് ജൂറികളിൽ അംഗമായിട്ടുള്ള ആളാണ്. ഇപ്പൊ കുറെ രഹസ്യങ്ങളുണ്ട്, നമ്മളത് രഹസ്യത്തിന്റെ വിപത്ത് നമ്മൾ അനുഭവിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം അതെ കാര്യങ്ങളിലേക്ക് അതെ അതെ, അയ്യോ അത് പക്ഷേ ചില കാര്യങ്ങൾ ഇന്നത്തെ കാലം അകത്ത് നമ്മൾ ചില കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളത് പറയുമ്പോൾ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ വേറെ തരത്തിൽ ആണ് പോകുന്നത്. എല്ലാ കാര്യത്തിലും ഞാൻ പറയുന്നത്, പേഴ്സണൽ കാര്യമാണെങ്കിലും ഇത്തരം കാര്യങ്ങളാണെങ്കിലും
അപ്പം ഏറ്റവും സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മള്. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നാൽ ഓക്കെയാണ്. അപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോ എനിക്കറിയില്ല. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളാരും ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടൊന്നും അല്ലല്ലോ ജനിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും ഓരോ ജീവിത സാഹചര്യങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. ഇപ്പൊ ഞാനൊക്കെ വരുന്ന ഒരു കൂപ്പ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു വില്ലേജിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ നിന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ട്. സിനിമ പോലെ ഞാൻ സീരിയസ് ആയിട്ടുള്ള സിനിമകളിൽ ഫെസ്റ്റിവൽ സിനിമ കാണുന്നത് ഞാൻ +2 കഴിഞ്ഞതിന് ശേഷമാണ്. പൊളിറ്റിക്കൽ സാധനങ്ങൾ പലതും മനസ്സിലാക്കുന്നതിന് ശേഷമാണ്. അപ്പം 17 വയസ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാംസ്കാരിക ലോകവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, കാണുന്നത്. അപ്പോ എനിക്കെന്താ തോന്നുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബുരാക്ക് ചില ആൾക്കാരുണ്ട്. ഇപ്പം കനിയൊക്കെ എന്തായാലും മൈത്രേന്റെയും ജയശ്രീയുടെയും മകളായിട്ട് ജനിച്ചത് കൊണ്ട് അവരൊക്കെ അത്രയും അവരുടെ ഒരു പൊളിറ്റിക്കൽ ഇതിലും ഒക്കെ ഭയങ്കരമായിട്ട് അവർക്ക് ഇത് കിട്ടുന്നുണ്ട്. അല്ലാതെ പല ആൾക്കാർക്കും അങ്ങനെ കിട്ടും. പക്ഷെ നമുക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മുടെ ഒരു ഇത് സ്വയം ഉണ്ടാക്കിയെടുത്തതാണ്, സ്വയം നവീകരിക്കാനും ശ്രമിച്ചതുമാണ്, പലതും എക്സ്പീരിയൻസിൽ നിന്ന് വന്നതാണ്. അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സുള്ള ഒരാൾ, ഇപ്പം ഞാൻ 17 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു വേൾഡ് തന്നെ കാണുന്നത്. അതുവരെ കണ്ടതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഗ്രാമത്തില് ഇതും ചെയ്ത് മൊത്തത്തിൽ എന്താണോ അതും ആ കുറെ കൂടെ കാലം മുന്നേയും കൂടെ ആണല്ലോ. അതല്ലേ നമ്മുടെ മനസ്സിലും ഒക്കെ ഉള്ളത്, നമ്മുടെ ഉള്ളിൽ. അതിനെയൊക്കെ മാറ്റിയെടുക്കാനും അതൊക്കെ നവീകരിക്കാനും പുതിയത് മനസ്സിലാക്കാനും ആ ഒരു യാത്ര തന്നെയാണ് നമ്മുടെ സിനിമയും. ഓരോ സിനിമയിലും നമ്മൾ അത് മനസ്സിലാക്കിയതും കേട്ടതും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങനത്തെ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുന്നതും ആ ഒരു വശത്ത് നിൽക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അപ്പൊ ഒരാൾക്ക് ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഒരാള് ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ പഠിച്ച് പറയുമ്പോൾ നമുക്ക് 17 വർഷം ഇല്ല. ഇപ്പൊ എനിക്കിപ്പോ 18 വയസ്സുള്ള ആളെ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ ഗ്രോത്ത് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ബാക്കി ഗ്രോത്ത് ആ 17 വർഷം ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റികളയാണ്. എന്നിട്ടാണ് നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ എല്ലാ കാര്യത്തിലും? ഞാൻ അതേസമയം അതൊരു ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ പലപ്പോഴും പുതിയ ആളുകളുടെ അടുത്ത്, സംവിധായകർ മാത്രമല്ല, ഇങ്ങനെയുള്ള കോൺവെർസേഷൻസിൽ ഞാൻ ചിലപ്പോൾ സജിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ വളരെ ഇൻസ്പയറിംഗ് ആണ് സജിന്റെ ഒരു ജേർണി തന്നെ. ലൈക്ക് മേക്കിംഗ് ഫ്രണ്ട്സ് ടു യുവർ കണ്ടന്റ്, യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് ഫോർ ദ ഓഡിയൻസ്. അങ്ങനെ അല്ലെങ്കിൽ വേറെ ഇപ്പൊ പല സിനിമകളിലും പരാമർശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വിദേശ അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ കോ പ്രൊഡക്ഷനിൽ വരുമ്പോ അല്ലെങ്കിൽ നാഷണൽ ഇതിലേക്ക് വരണമെങ്കിൽ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിലുള്ള സംവാദങ്ങൾ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോ അത്തരം കാര്യങ്ങളിലൊന്നും ചെവി കൊടുക്കാതെ എനിക്ക് ഒരു സിനിമ അതിന്റെ രീതി ഇങ്ങനെയാണ്, അത് മാത്രമല്ല അതില് അത് ചർച്ചയാക്കുകയും ഒരു സമൂഹത്തിലേക്ക്, ഞാൻ നേരത്തെ ബിരിയാണി കാണുമ്പോൾ ഞാൻ എന്റെ ഒരു ഇതായിട്ട് പറയല്ല, ബിരിയാണി കാണുമ്പോൾ ഞാൻ പറഞ്ഞത് ഈ സമൂഹത്തിലേക്ക് നമ്മുടെ നേരെ തന്നെ പിടിച്ചിട്ടുള്ള ഒരു കണ്ണാടിയാണ് ആ സിനിമ. അത്തരം കാര്യങ്ങളിലേക്ക് ചലിപ്പിക്കാൻ പറ്റും. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഓൾ ഇന്ത്യ ലെവലില് ആ ഒരു ചേഞ്ച് ചെറിയ തോതിലെങ്കിലും വരുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിച്ചൺ ഉള്ള ഒരു പ്രിമൈസിനെ ഒരു കുടുംബമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം രീതിയിലുള്ളത് ഒരു സമൂഹത്തിലേക്ക് പിടിക്കുന്ന ഒരു കണ്ണാടിയായിട്ടാണ് സജിന്റെ ഇരുത്തിക്കൊണ്ട് പോലത്തല്ല സജിന്റെ സിനിമകളുടെ ഒരു ഇതുണ്ട്. അപ്പൊ ആ ഒരു കാര്യം ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരാള് ഇത്തരം സിനിമകൾ ചെയ്യാൻ ജൂറിയില് പല ജൂറികളിൽ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് വളരെ ഇൻസ്പയറിംഗ് അതെ, ആണ്. തീർച്ചയായിട്ടും. നമ്മളിപ്പോ ചെയ്യുന്നതെല്ലാം ശരിയാവണമെന്നില്ല. നമുക്ക് തെറ്റുകളും പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമുക്ക് നല്ലതും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ ആ ഒരു എന്റെ സിനിമകളൊക്കെ ഞാൻ കണ്ടതും കേട്ടതും എക്സ്പീരിയൻസ് ചെയ്തതായിട്ടുള്ള സിനിമകളാണ് ഇതുവരെ ചെയ്ത 4 സിനിമകളും. ഇപ്പൊ തിയേറ്റർ ഉൾപ്പെടെ ഇപ്പം റൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ഇനിയുള്ള സിനിമകളൊന്നും അങ്ങനെയല്ല കേട്ടോ. ഇനിയിപ്പോ അടുത്ത കുറച്ചുകൂടെ കമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ കമേഴ്ഷ്യൽ ഫോർമുല സിനിമകളല്ല ഞാൻ പറയുന്നത്. അല്ലാത്ത തരത്തിലുള്ള സിനിമകളും ചെയ്യണമെന്നുണ്ട്. ബിരിയാണി കഴിഞ്ഞിട്ട് ഞാൻ അതിലോട്ടാണ് പോയത്. പിന്നെ ഈ സ്ത്രീ കേന്ദ്ര കഥാപാത്രങ്ങളാവുന്നതും യാദൃച്ഛികമായിട്ട് സംഭവിച്ചു പോകുന്നതാണ്. അതല്ല പർപ്പസ്ഫുള്ളി ചെയ്യുന്നതേ അല്ല. ഞാൻ ഒരിക്കലും ഇനി ഒരു സ്ത്രീ കേന്ദ്രീകൃത സിനിമ ചെയ്യാം അങ്ങനെ ചെയ്യുന്നതല്ല, ഉറപ്പായിട്ടും അങ്ങനെയല്ല. ഏതായാലും നമ്മളിപ്പോ കൊമേഴ്സ്യൽ ഫിലിംസിലേക്ക് സംസാരം കടന്ന സ്ഥിതിക്ക് അതുകൂടി പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതായത് മിക്കവാറും ഇത്തരം ബ്ലോക്ക് ബസ്റ്റേഴ്സ് കാണുമ്പോൾ ആദ്യത്തെ വ്യൂവർ എന്നുള്ള നിലയ്ക്ക് സജിന്റെ ചിത്രം ഫേസ്ബുക്കിൽ വരാറുണ്ട്. ലൈക്ക് 4 മണിക്കായാലും 5 മണിക്കായാലും പുലർച്ചെ സിനിമ പിടിക്കുന്ന, സിനിമ യു ക്യാച്ച് ദ ഫിലിം, എന്താ പറയാ, അത് എത്രയും ചൂടോടുകൂടി തന്നെ പിടിക്കുന്ന ഒരാളാണല്ലോ. അപ്പോ എന്താണ് ഒരു കൊമേഴ്സ്യൽ ഫിലിം, ഓർ യു ടോക്ക് അബൌട്ട് യുവർ നെക്സ്റ്റ് ഫിലിം?
എന്റെ അടുത്ത സിനിമ പക്കാ കമേഴ്ഷ്യൽ ആയിട്ടുള്ള, ഞാൻ പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഇപ്പൊ സിനിമകൾ പല 2 കൊല്ലമായിട്ടൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റുകളുണ്ട്. ഇപ്പം ഒന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ ഏറ്റവും മലയാളത്തിലെ ഗ്രാഫിക് നോവലിസ്റ്റ് ഉണ്ട് അപ്പൂപ്പൻ, ബാംഗ്ലൂർ ബേസ്ഡ് ആണ്, ജോസ് മാത്തൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു 1.5 കൊല്ലമായിട്ട് ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ സജീഷ് ഏട്ടനുണ്ട്, ഞാനത് പേരൊന്നും പറയുന്നില്ല. അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറെ ആൾക്കാരുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 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 കൊല്ലമായിട്ട് 2 കൊല്ലമായിട്ട് ഞങ്ങൾ അത്തരം കുറെ ഡ്രാഫ്റ്റുകൾ മാറ്റി എഴുതി പോളിഷ് ചെയ്തിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രൊജക്ടുകൾ ഇങ്ങനെ ആണ്. കുറച്ചുകൂടെ ഒരു കമേഴ്ഷ്യൽ, അത് കൂടുതൽ ഇപ്പൊ ചിലതിലൊക്കെ അഡ്വാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് അഡ്വാൻസ് സ്ഥിരം കിട്ടുന്നതുകൊണ്ട് എനിക്ക് അതിൽ വിശ്വാസമില്ല. അഡ്വാൻസ് കിട്ടും, പരിപാടി പിന്നീട് അങ്ങോട്ട് പലപ്പോഴും അതൊരു ചില വിധികളാണ് ഈ പറഞ്ഞ പോലെ. അത് നമ്മുടെ ഈ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ, തിയേറ്ററിൽ പറയാൻ ശ്രമിക്കുന്ന പോലെ തന്നെ ചില വിധികൾ അങ്ങനെയാണ്. ചിലത് സംഭവിക്കും, ചിലത് സംഭവിക്കത്തില്ല. അപ്പൊ നല്ലത് പ്രതീക്ഷിക്കാം. പിന്നെ ഇനി ഇതൊക്കെ കണ്ടിട്ട് ആരെങ്കിലും നല്ല പ്രൊഡ്യൂസേഴ്സ് വന്നാൽ നല്ലതായിരിക്കും. നമ്മളൊരു കൊമേഴ്സ്യൽ ഒരു ബ്ലോക്ക് ബസ്റ്റർ പ്രതീക്ഷിക്കുന്നുണ്ട് സെജിന്റെ അടുത്ത് നിന്ന്. അപ്പൊ അതിനുള്ള എല്ലാ ആശംസകളും. തിയേറ്ററിൽ നാളെ റിലീസ് ചെയ്യണു, അതിനുള്ള ആശംസകളും. നല്ല ചർച്ചാ വിഷയമാവട്ടെ. ഒരുപാട് പേര് ഫെസ്റ്റിവലുകളിൽ ചിലത് പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ കുറവുകൾ ഇപ്പൊ ആളുകൾ കണ്ട് പരിഹരിക്കട്ടെ എന്നുള്ള ആശംസയാണ്. തീർച്ചയായിട്ടും. താങ്ക് യു. എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല.